തെന്നാലി രാമൻ കഥകൾ കവിതയും കോട്ടുവായും. ഒരു ദിവസം മഹാറാണി തെന്നാലി രാമനെ അന്തപുരത്തിലേക്ക് വിളിപ്പിച്ചു. രാമൻ ചെല്ലുമ്പോൾ റാണി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ശോകമൂകയായി ഇരിക്കുകയാണ്. രാജാവുമായി എന്തോ സൗന്ദര്യ പിണക്കത്തിലാണെന്ന് മനസ്സിലായി. എന്താണ് പ്രശ്നമെന്ന് തെന്നാലിരാമൻ ചോദിച്ചു. റാണി കാര്യങ്ങൾ വിശദമാക്കി. മഹാരാജാവ് ഒരു കവിത എഴുതി. അങ്ങനെ പറയാൻ മാത്രം കാവ്യസിദ്ധിയൊന്നും രാജാവിനില്ല. കുറച്ച് ഭംഗിയുള്ള വാക്കുകൾ അടുക്കി പെറുക്കി വെച്ച് കെട്ടിയുണ്ടാക്കിയ ഒരു സംഭവം എന്നേ പറയാനുള്ളൂ. ഏതായാലും അർദ്ധരാത്രിക്കാണ് രാജാവ് ഈ കവിത എഴുതിയത്. കവിത എഴുതി കഴിഞ്ഞപ്പോൾ വലിയ അഭിമാനം തോന്നി രാജാവിന്. അപ്പോൾ തന്നെ ഉറങ്ങുകയായിരുന്ന റാണിയെ എഴുന്നേൽപ്പിച്ച് കവിത ചൊല്ലിക്കേൾപ്പിച്ചു. സംഗതി മഹാ അലോസരമാണെങ്കിലും മഹാരാജാവിന് ശുണ്ഠി പിടിക്കരുതല്ലോ എന്ന് കരുതി റാണി ആ കവിത ആസ്വദിക്കുന്നതായി ഭാവിച്ചു. വരികൾ വളരെ നന്നായിട്ടുണ്ട് എന്നൊക്കെ തട്ടിമൂളിക്കുകയും ചെയ്തു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഇടയ്ക്കിടെ പുറപ്പെടുന്ന കോട്ടുവാ തടയാൻ റാണിക്ക് കഴിഞ്ഞില്ല. തന്റെ കവിതയോട് കാട്ടുന്ന അനാദരമാണ് ഈ കോട്ടുവായിടൽ എന്നാണ് രാജാവിന് തോന്നിയത്. അദ്ദേഹം കുപിതനായി പെട്ടെന്നിറങ്ങിപ്പോയി. പിന്നീട് ദേവിയെ കണ്ടിട്ടേയില്ല. നീരസം മാറാൻ പലതരത്തിൽ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇനി രാമൻ തന്നെ ഒരു വഴി കണ്ടെത്തണം. സാരമില്ല, ഉടനെ പരിഹാരമുണ്ടാക്കാമെന്ന് പറഞ്ഞ് റാണിയെ സമാധാനിപ്പിച്ചിട്ട് രാമൻ പോന്നു. അടുത്ത ദിവസം രാജസദസ്സിൽ കൃഷി കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊരു പ്രത്യേക യോഗം വിളിച്ചുകൂട്ടി. അവിടേക്ക് ഒരു പാത്രത്തിൽ കുറച്ച് നെല്ലുമായി രാമൻ കയറിച്ചെന്നു. മഹാരാജൻ, ഇതാ, ഇത് അത്യത്ഭുതകരമായ വിളവ് തരുന്ന ഒരിനം നെൽവിത്താണ്. ഇത് രാജ്യമെങ്ങും വളർത്തിയെടുത്താൽ നമ്മുടെ രാജ്യം അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹം നേടും. ഓഹോ, എങ്കിലാ വിത്ത് നമുക്ക് കൂടുതൽ സംഭരിച്ച് കർഷകർക്ക് കൊടുക്കാം, രാജാവ് പറഞ്ഞു. പക്ഷേ ഈ വിത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും കോട്ടുവായിടാത്ത ആൾ വിതച്ചാൽ മാത്രമേ ഇത് മുളയ്ക്കൂ, തെന്നാലിരാമൻ മറുപടിയായി പറഞ്ഞു. ഇത് കേട്ടതും രാജാവിന് കാര്യം മനസ്സിലായി. രാമൻ തങ്ങളുടെ പിണക്കം അറിഞ്ഞിരിക്കുന്നു. ആലോചിച്ചപ്പോൾ റാണിയോട് താൻ ചെയ്തത് മഹാ അപരാധമാണെന്ന് രാജാവിന് തോന്നി. അദ്ദേഹം ഉടനെ അന്തഃപുരത്തിൽ ചെന്ന് റാണിയെ സമാധാനിപ്പിച്ചു. അങ്ങനെ 2 സമ്മാനങ്ങളും തെന്നാലിരാമന് ആ വകയിൽ കിട്ടി. ഒന്ന് രാജാവിൻ്റെയും രണ്ടാമത്തേത് റാണിയുടെയും. രസകരമായ തെന്നാലിരാമൻ കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി.